മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി എന്നോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ചെക്കുട്ടി, ഇത് ഒരു UDF എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ ഒരു UDF മണ്ഡലമാണ്. സ്വതന്ത്ര പരീക്ഷണങ്ങളാണ് അവിടെ LDF വിജയിപ്പിച്ചിട്ടുള്ളത്. LDF കോർ വോട്ടിൽ ഇളക്കമൊന്നും സംഭവിച്ചിട്ടില്ല. സ്വതന്ത്രന്മാർ മത്സരിച്ചപ്പോൾ കൊണ്ടുവന്ന വോട്ടുകൾ അവരിറങ്ങിപ്പോയപ്പോൾ അവർ കൊണ്ടുപോയി. അതിനപ്പുറം അടിത്തറയാകെ ഇളകുന്ന തരത്തിൽ ഭരണവിരുദ്ധതയുടെ ഒരു കൊടുങ്കാറ്റടിച്ചുവെന്നും LDF വിലയിരുത്തുന്നതായി തോന്നുന്നില്ല ആദ്യ പ്രതികരണങ്ങൾ. സത്യത്തിൽ LDF സംബന്ധിച്ച് അങ്ങനെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം രൂപപ്പെട്ടിട്ടില്ല എന്നവർ കാണുകയാണെന്ന് തോന്നുന്നു. താങ്കൾ എന്ത് പറയുന്നു? ഞാൻ ഗോവിന്ദ മാഷിന്റെ അനാലിസിസ് കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വോട്ടിൽ കാര്യമായിട്ടുള്ള പഴവ് വന്നിട്ടില്ല, കുറവ് വന്നിട്ടില്ല. UDF വോട്ടിലാണ് 1400 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നത്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ പൂർണ്ണമായിട്ടും തൃണവൽഗണിക്കുന്ന, അതിനെ തലകുത്തനെ നിർത്തുന്ന ഒരു അനാലിസിസ് ആണ് CPM നടത്തുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജനങ്ങളുടെ ഒരു വികാരം, ഈ സർക്കാരിനോടെതിരായിട്ടുള്ള ജനവികാരം ആണ് നമ്മൾ കാണുന്നത്. അത് UDF വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മാത്രമല്ല, അൻവർ നേടിയിരിക്കുന്ന 20,000 വോട്ടും യഥാർത്ഥത്തിൽ ഈ സർക്കാരിനോടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണ്. കാരണം അൻവർ ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ സർക്കാരിനെ കുറിച്ചാണ്, മുഖ്യമന്ത്രിയെ കുറിച്ചാണ്, അഴിമതിയെ കുറിച്ചാണ്, ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചാണ്. അത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അൻവറും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും കൂട്ടി നേടിയിരിക്കുന്ന വോട്ടുകൾ, അതായത് ഷൗക്കത്ത് കിട്ടിയ വോട്ടും അതിനോട് 20,000 വോട്ട് അഡീഷണൽ ആയിട്ട് ചേർത്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു എന്നാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ നോക്കിയാല് CPM സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ കാണാൻ കഴിയും. കേരളത്തിൽ സമീപകാലത്ത് ഏതാണ്ട് 30,000 വോട്ടെങ്കിലും അവർക്ക് എതിരായിട്ട് വീണിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ CPM ഈ വസ്തുതകളെ കാണാതെ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന്, തങ്ങളുടെ എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് CPM പയറ്റുന്നത്. പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, പാർട്ടിയുടെ കമ്മിറ്റികളിൽ വിലയിരുത്തുമ്പോൾ ഈ കണ്ണടച്ചിരുട്ടാക്കൽ പാർട്ടി സമ്മതിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം പ്രാദേശിക പ്രവർത്തകർക്ക്, പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർക്കും, ഈവൻ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകരും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തുമാത്രം സാധ്യമാകുന്ന ഒന്നാണ് NP ചെക്കുട്ടി ഞാൻ ചോദിക്കുന്നു. നോക്കൂ, ഇപ്പോ ഈ മലപ്പുറത്തെ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് മലബാറുമായി ബന്ധപ്പെട്ട്, മലപ്പുറവുമായി ബന്ധപ്പെട്ട സമീപകാലത്ത് ഉണ്ടായി വന്ന വിവാദങ്ങൾ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വികസന പ്രവർത്തനങ്ങൾ അവകാശപ്പെടുമ്പോഴും അതിന്റെ ഇടതുപക്ഷ ഭരണമൂല്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഈ സംഘപരിവാർ വിപത്തിന്റെ കാലത്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ വോട്ടർമാരുടെ മുമ്പിൽ വന്നിട്ടുണ്ടല്ലോ. അതാണ് അവരിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിന്മേലാണ് വോട്ട് ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാവണം. പക്ഷേ CPM കമ്മിറ്റികൾ, CPM ആ കഴിഞ്ഞുപോയ സമ്മേളനങ്ങൾ എല്ലാം അവഗണിച്ച ഒരു മർമ്മപ്രധാനമായ വിഷയത്തിൽ ജനം പക്ഷേ ഒന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണല്ലോ കാണിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഭരിക്കുന്ന വകുപ്പിലടക്കമുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഈ 30,000 മറുവോട്ട് സംഭവിച്ചിരിക്കുന്നത്. അത് പരിശോധിക്കാനും തിരുത്താനും CPM ഇപ്പോൾ കഴിയുന്ന ഒരു നിലയുണ്ടോ ഒരു പാർട്ടി എന്ന നിലയ്ക്ക്? അല്ല, അവിടെയാണ് പ്രശ്നം. കേരളത്തില് അവര് പയറ്റിയ ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഈ നിലമ്പൂർ മണ്ഡലത്തിലടക്കം അവർ പയറ്റിയ പ്രധാനപ്പെട്ട തന്ത്രം ഒരു കമ്മ്യൂണൽ ഡിവിഷൻ, ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് പയറ്റിയത്. അതിന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ രംഗപ്രവേശം പോലും അത് ആ തരത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിലമ്പൂരിലേക്ക് ആദ്യം വന്നത്. അപ്പൊ ആ തരത്തിൽ നടത്തിയ കമ്മ്യൂണൽ ഡിവിഷന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ RSSുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു, സാഹോദര്യ ബന്ധം ഉണ്ടായിരുന്നു എന്നൊരു സൂചന RSSകാർക്കും അദ്ദേഹം നൽകിയിട്ടുണ്ട്, CPM നൽകിയിട്ടുണ്ട്. അതിനിടയിൽ നിരവധി തവണ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം പോലെ വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പലതവണ പല ആളുകളുടെയും ലിസ്റ്റിട്ടിട്ട് UDF ആളുകളുടെയും LDF ആളുകളുടെയും അവരുടെ യോഗ്യത നോക്കി വോട്ട് കൊടുത്ത കൂട്ടരാണ്. അപ്പൊ അതിങ്ങനെയൊക്കെ അന്നൊന്നും സ്വീകരിച്ച വോട്ടുകൾ ഇപ്പൊ ഭയങ്കര അത്ഭുതകരമായ ആപത്തായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വിഷയങ്ങൾ അനാവശ്യമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാനും ഹിന്ദു സമുദായത്തിനകത്തും ക്രിസ്ത്യൻ സമുദായത്തിനകത്തും മുസ്ലിം വിരുദ്ധതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് നിലമ്പൂരിലെ ജനങ്ങൾ, ഈ എല്ലാ കമ്മ്യൂണിറ്റിയിലെ പെട്ട ജനങ്ങളെ റിജക്ട് ചെയ്തു. ആ ഒരു റിജക്ഷൻ വളരെ പ്രധാനമാണ്. കാരണം കേരളത്തിൽ എവിടെയും
ഇങ്ങനെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന്റെ പൊളിറ്റിക്സ് വിജയിക്കാനിടയില്ല എന്നുള്ളത് CPM ഒരു സന്ദേശം കൊടുക്കണം. എന്നാൽ അവരുടെ ബേസിക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് RSSന്റെ സ്ട്രാറ്റജിയാണ്. RSS ഉള്ളപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് RSSന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് CPM RSSന്റെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ CPMന്റെ ആളുകളെ കഷ്ടപ്പെടുക എന്നല്ലാതെ RSSന്റെ വോട്ടുകൾ കിട്ടില്ല എന്നുള്ളതും അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ഒളിഞ്ഞു പോകുന്ന തന്ത്രമാണത്. കാരണം കേരളത്തിലെ ജനങ്ങള് മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി വളരെയേറെ ഇത്തരം കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും തീരുമാനമെടുക്കാനും ശേഷിയുള്ള ജനങ്ങളാണ്. അവിടെയാണ് അവർക്ക് പരാജയം പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് CNP ചെക്കുട്ടി, ഇപ്പോൾ ഇതിനകത്ത് അപ്പുറത്ത് UDFന് മേൽ അവരുടെ ബന്ധത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കും, അത് പ്രവർത്തിക്കും ഇനിയും എന്ന് വിചാരിക്കുന്നുണ്ട് LDF എന്ന് കാണാം. കാരണം ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നു എന്ന് വെച്ചാൽ ആ ആക്ഷേപം നിലമ്പൂരിലെ ജനങ്ങളാകെ തന്നെയും എന്ന് വെച്ചാൽ എല്ലായിടത്തും LDFന് പിന്നോട്ട് വഴിയാണല്ലോ ഉണ്ടായത്, ആകെ തന്നെയും തിരസ്കരിച്ചതിന് ശേഷവും അത് ഉറക്കെ പറയാൻ ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ ആ ബാന്ധവം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്കൊക്കെ പോകുമ്പോൾ? അതോ അതിൻ്റെ ഒരു പ്രയോഗ സാധ്യത അവസാനിച്ചു, അതിൻ്റെ ഒരു പരീക്ഷണ ഭൂമി നെഗറ്റീവ് റിസൾട്ടാണ് കൊടുത്തതെന്ന് കാണാമോ നിലമ്പൂരിൽ? എനിക്ക് തോന്നുന്നത് ഇസ്ലാമോഫോബിയയുടെ പൊളിറ്റിക്സ് തന്നെ ആഗോളതലത്തിൽ തന്നെ പരാജയപ്പെടുകയാണ്. കാരണം 90കളിൽ നടത്തിയ ആ പരീക്ഷണം യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരെയും വിജയിപ്പിക്കുന്നില്ല. അമേരിക്കയുടെ അടിസ്ഥാനപരമായ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നതിന് ലക്ഷണമാണ് കാണുന്നത്. കാരണം അവരിപ്പോ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ പ്രയോഗിക്കുന്ന സംഗതികള് അമേരിക്കയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് കേരളം പോലെ സ്ഥലത്തുണ്ടാവുന്നത്. നിങ്ങൾ ഈ തന്ത്രം അമിതമായിട്ട് പയറ്റിയാൽ, നിങ്ങൾ ഒരു ആയുധം ഒരുപാട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ മറുഭാഗവും കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കേരളീയ സമൂഹത്തിലുള്ള സാധാരണക്കാരായ ആളുകൾ തമ്മിലടിപ്പിക്കാനുള്ള ഒരു തന്ത്രം, ആ തന്ത്രത്തിനെ മഹാഭൂരിപക്ഷം ജനങ്ങളും നിലമ്പൂരിൽ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളും തിരസ്കരിക്കും. കാരണം അടിസ്ഥാനപരമായി കേരളീയ സമൂഹം ഒരു മതസൗഹാർദ്ദത്തിന്റെ വേദിയാണ്. ജനങ്ങൾ തമ്മിൽ യോജിപ്പിന്റെ ഒരു പ്രദേശമാണ്. ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവും വ്യാപാരപരവുമായിട്ടുള്ള പലതരം ബന്ധങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. അതിനെ അത്ര എളുപ്പത്തിൽ വെട്ടിമുറിച്ച് 3 കഷ്ണമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നായിട്ട് ഡിവൈഡ് ചെയ്ത് തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്ക് യു CNP ചെക്കുട്ടി.